ഗൈസ്, എനിക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂടൊക്കെയാണ്. അതെ, എല്ലാവരും സംശയിച്ചിരിക്കും. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയാ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് കുടിക്കണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ നിങ്ങൾ? ഞങ്ങളുടെ അടുത്ത് അല്ല, അതെ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രസന്റ്. അതെ. അപ്പോൾ നിങ്ങൾ തോന്നും എന്താണ് ആ സാധനം? അതെ, ക്യാമറമാൻ ഒന്ന് ക്യാമറ താഴ്ത്തിയ സാധനം ഉണ്ടെന്ന് എല്ലാവർക്കും കാണാം. പത്തക്ക അല്ലെങ്കിൽ വാട്ടർമെലൺ, അങ്ങനെ വേണമെങ്കിലും പറയാം. ലെമൺ, കുറച്ച് മിന്റ് ലീവ്സും ഇഞ്ചി. അതെ, മിന്റ് ലീവ്സ് ആണ്. ഞങ്ങൾ സ്പ്രൈറ്റ് പറഞ്ഞിട്ട് ഏതോ സ്പാർക്ക് ക്ലബ് സോഡ, ഏതോ ഒരു സോഡയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാന്ന് വെച്ചാൽ ശരിക്കും ഈ മൊയ്റ്റോ ഉണ്ടാക്കുന്ന ഐറ്റത്തിന്റെ പേര് ഞാൻ അറിയാതെ റിവ്യൂ ചെയ്തു. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ മൊയ്റ്റോ ആണ്. അപ്പോൾ വാട്ടർമെലൺ മൊയ്റ്റോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതെ, ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വാട്ടർമെലൺ മൊയ്റ്റോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു സഹായമാട്ടെ എന്ന് കരുതിയിട്ട് മാത്രം, അല്ലാതെ ഞങ്ങൾ ആശയദാരിദ്ര്യത്തിലല്ല എന്ന് എല്ലാവരും. അപ്പോൾ തൽക്കാലം ജ്യൂസ് ഗ്ലാസ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ഒരു ബൗൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതെ, ഞങ്ങളുടെ ക്യാമറമാൻ വരെ ഞങ്ങളവിടെ. അതെ, അപ്പോൾ വീഡിയോക്ക് വല്ല ചാഞ്ചാട്ടങ്ങളും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്യാമറമാൻ ഓരോന്നായിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും. ആദ്യം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്ടോമെലൺ ഇതിപ്പോൾ ഞാനൊരു ഹാഫ് ബൗളല്ല, ഗ്ലാസ്സാണ്. പിന്നെ ഇതൊരു ലെമൺ അരിഞ്ഞതാണ്. ഇത് പക്ഷേ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ചെറുനാരങ്ങ. അത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊയ്റ്റോയിൽ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ സാധാരണ എല്ലാവരും ഈ ഇഞ്ചി ഇടാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതെ, ഇഞ്ചി ഇട്ടപ്പോൾ ഞങ്ങൾ ഇത് ശരിക്കും ഇപ്പോൾ ഇടേണ്ടതല്ല. ഇത് എന്തുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും കൂടെ ഇടുകയാണ് ഗൈസ്. ഒരുപാട് വേണ്ട, ഭംഗി പറയും. ഇനി അവസാനമായിട്ട് കുറച്ച് മിന്റ് ലീവ്സും കൂടെ ഇട്ടാൽ കുറച്ച് മിന്റ് ലീവ്സ് ഇട്ടു. ഇനി ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയ ബൗള് ഈ ഇടിയൊലക്ക വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ശരിക്കും മൊയ്റ്റോ മിക്സ് ചെയ്യുന്ന സാധനം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കണ്ടന്റൊക്കെ റീച്ചായി. അതെ, യൂട്യൂബൊക്കെ വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെ വാങ്ങും ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാനുള്ള പ്രചോദനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ജോഷ് ആപ്പിൽ ഞങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളില്ലാത്ത മേഖലകൾ ഇപ്പോൾ എന്താ പറയുക ദുർലഭമാണ് എന്നൊക്കെ പറയാം. ഞാൻ ഏകദേശം ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്യുന്നത് പോലെ ഒരുപാടൊന്നും പറ്റില്ല. ഫ്ലേവേഴ്സ് ഒക്കെ മിക്സാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തു. പറയാം ഓക്കെ, ഞാൻ ഏകദേശം ക്രഷ് ആയിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പ്രധാനപ്പെട്ട ഐറ്റം നൽകിയിട്ടുണ്ട്. ഇനി കണ്ടല്ലോ, പുതിയ കാണുന്നില്ല, മനസ്സിലായി. ഇനി സോഡ കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഏകദേശം റെഡിയായിരുന്നു. ഞാൻ ചൂടത്ത് കാണുമ്പോൾ നല്ലൊരു അതെ. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എത്ര ഫ്രഷാണ് ഞങ്ങളുടെ മിഡ് ലൈൻ.
അത്യാവശ്യം ഹെൽത്തിയാണ്. അതെ അതെ സോഡ വേണമെങ്കിൽ സോഡ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും മതി, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടാലും മതി. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് മൊയ്റ്റോ. 5 minutes. അതെ, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ 5 മിനിറ്റ്സിലൊന്നും മുന്നിൽ കാണില്ല. എന്തായാലും 5 മിനിറ്റ്സിന്റെ പരിപാടിയൊക്കെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വാചകം പഠിച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ആരെങ്കിലും പറഞ്ഞു കേട്ടു. അതുകൊണ്ട് തന്നെ അതെ. അപ്പോൾ വേറൊരു സ്പെഷ്യൽ വീഡിയോയുമായി വൈകാതെ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.